ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ കണ്ണും കരളുമാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന മഹാസംഘശക്തി ഏറെ കാര്യപ്രാപ്തിയോടെ കണ്ണിമച്ചിമ്മാതെ നമ്മുടെ ഈമാനിക തനിമക്ക് കാവൽ നിൽക്കുന്ന ആധികാരിക പരമോന്നത പരമാധികാര പണ്ഡിത സഭയായ സമസ്തയുടെ പാണ്ഡിത്യ ഗരിമയിലേക്കും അതിൻ്റെ നക്ഷത്രശോഭയുള്ള ഉലമാക്കളുടെ ശ്രേണീപദങ്ങളിലേക്കും സമസ്ത കേന്ദ്ര മുഷാവറയിലെ 40 അംഗ പണ്ഡിത സഭയിലേക്കും ബഹുമാനപ്പെട്ട പാണ്ഡിത്യ പ്രശോഭിതം അറിവാഴങ്ങളെ കടഞ്ഞെടുത്ത് തലമുറകളിലേക്ക് ഇൽമിൻ്റെ ഇമ്പത്തെയും കമ്പത്തെയും മധുരത്തേൻതുള്ളി താളമാക്കി പകർന്നു കൊടുക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ, നമ്മുടെ നാടിൻ്റെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ കർമ്മമികവുകൾ കൊണ്ടഴകലങ്കാരം ചാർത്തിയ TK അബൂബക്കർ ബാക്കവി ഉസ്താദ് എന്ന ചെമ്മല ഉസ്താദവർകളെ തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും സ്നേഹജനങ്ങളും അതിലേറെ ശിഷ്യഗണങ്ങളും. വലിയ വാത്സല്യത്തോടെയും ബഹുമാനത്തോടെയും അബൂബക്കർ മൊയ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന് കൈവന്ന ഈ വലിയ അംഗീകാരത്തിൽ രാമനാട്ടുകര ചെമ്മല ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും മഹല്ല് നിവാസികളും സ്നേഹജനങ്ങളും നാട്ടുകാരും ഹൃദയപൂർവം ആ മഹാസന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ചവിട്ടിപ്പോകുന്ന മൺതരികൾക്ക് പോലും നോവുമോ എന്ന ഉൾക്കിടലമായ ഉൾഭയത്താൽ ജീവിത പരിസരമാകെ വിനയം വിധാനിച്ച് നമുക്കിടയിലൂടെ അറിവിൻ്റെയും അലിവിൻ്റെയും ധിഷണയുടെയും ചിന്തയുടെയും ആൾരൂപസ്വരൂപമായ സ്നേഹസാന്നിധ്യമായി മാറിയ TK അബൂബക്കർ ബാക്കവി 1952 പെരുവള്ളൂർ പറമ്പിൽ പീടികക്ക് സമീപം ചാത്രത്തൊടിയിൽ മാട്ടുമ്മത്തൊടിയിലാണ് ജനനം. ഉപ്പ വീരാൻകുട്ടി മുസ്ലിയാരും ഉമ്മ ഫാത്തിമ മാളിയേക്കലും സഹോദരങ്ങൾ കാസർഗോഡ് ദീർഘകാലം കാലിയായവരും സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അമരത്ത് ദീർഘകാലം ദിഷണാപാടവം തീർത്തും കാലോചിത മാറ്റങ്ങൾ വരുത്തിയും പുരോഗതികളുടെ പൂപ്പാലിക തീർത്ത കർമ്മയോഗി മർഹൂം TKM ബാവ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, രായിൻകുട്ടി, ബി ഫാത്തിമ എന്ന സന്താന സൗഭുഗങ്ങൾക്കിടയിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു അബൂബക്കർ ബാക്കവി എന്നവർ. വറുതിയുടെ തീക്കാറ്റിൽ പഠനവഴികളുടെ പ്രതീക്ഷകൾ മുഴുവൻ കരിഞ്ഞുണങ്ങിയ ആ കഷ്ടപ്പാടിൻ്റെ കാലത്തും ഓത്തുപള്ളിയിലൂടെ അറിവിൻ്റെ അക്ഷരവഴികൾക്ക് പ്രാരംഭം കുറിച്ച ഉസ്താദ് നന്നേ ചെറുപ്പത്തിൽ പിതാവിൻ്റെ വേർപാടു തീർത്ത അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിലും 5ാം ക്ലാസ് വരെ സ്കൂളും 3ാം ക്ലാസ് വരെ മദ്രസയും പഠിച്ച് 8ാം വയസ്സിൽ അറിവിനെ തേടി അലയുന്ന വഴികളിൽ എല്ലാ പ്രതിസന്ധികളെയും തൃണവൽക്കരിച്ച് അകം മുഴുവൻ അറിവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ ഏറെ പ്രതീക്ഷയോടെ കഴിവും മികവും തികവുമൊത്ത പാണ്ഡിത്യ പ്രശോഭിതരായ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെയും അടുക്കലെത്തിച്ചേരുകയായിരുന്നു ഉസ്താദവർകൾ. ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നതനും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ശില്പികളിൽ പ്രമുഖനുമായ അഗ്രേസ്ത്യ പാണ്ഡിത്യ പ്രഭാവനായിരുന്ന MM ബഷീർ ഉസ്താദ് അവർകളായിരുന്നു അബൂബക്കർ ബാക്കവിയുടെ പ്രഥമ ഗുരുനാഥൻ. തുടർന്ന് അറിവുണർവിൻ്റെ വഴികളിൽ പ്രതിഭ തെളിയിച്ച പ്രതിഭാശാലികളായ പണ്ഡിത മഹത്തുക്കളിലെ പാണ്ഡിത്യ പ്രശോഭിതരായ അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദ്, സഹോദരൻ കൂടിയായ TKM ബാവ മുസ്ലിയാർ, അവറാൻ മുസ്ലിയാർ കാസർഗോഡ് തുടങ്ങിയവർ TK അബൂബക്കർ ഉസ്താദിൻ്റെ പ്രധാന ഉസ്താദുമാരിലെ അദ്വിതീയന്മാരാണ്. പഠനവഴികളിൽ 8 വർഷക്കാലം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ കൂമണ്ണയിൽ ജ്യേഷ്ഠൻ TKM ബാവ ഉസ്താദിൻ്റെ സ്നേഹശിക്ഷണത്തിൽ തന്നെയായിരുന്നു അറിവ് സ്വായത്തമാക്കിയത്. നീണ്ട 10 വർഷക്കാലം വിവിധങ്ങളായ ഇടങ്ങളിൽ പ്രധാനികളായ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ നിന്ന് അറിവിൻ്റെ തെളിമയിൽ വിജ്ഞാനമുത്തുകളെ ചേർത്തുകൂർത്തകം നിറച്ച മഹാപണ്ഡിതൻ തൻ്റെ 23ാം വയസ്സിൽ തമിഴ്നാട്ടിലെ അറിവ് പകരുന്ന അത്യുന്നത മതകലാലയമായി തല ഉയർത്തി നിൽക്കുന്ന വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്ക് ആ കാലത്തുണ്ടായ ഒട്ടേറെ പ്രതിസന്ധികളെയും ക്ലേശങ്ങളെയും മറികടന്ന് അറിവിൻ്റെ അഴകുകൊണ്ട് അകം തേച്ചു മിനിക്കാൻ ഉപരിപഠനത്തിനു വേണ്ടി യാത്ര പോയി. ആഴമേറിയ പാണ്ഡിത്യ മികവുകൊണ്ടറിയപ്പെടുന്ന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് മുസ്തഫ ആലം സാഹിബ്, അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ, സിബ്ഗത്തുല്ലാഹിൽ ബക്തിയാഹി, അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് തുടങ്ങിയ
മഹാജ്ഞാനികൾ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ പ്രധാന അധ്യാപകരായി അറിവലങ്കാരം തീർത്തവരായിരുന്നു. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് നാട്ടിലെത്തിയ ആ കാലം പറമ്പിൽ പീടികക്ക് സമീപം ഇരുമ്പംകുടുക്കിൽ തൻ്റെ 23-ാം വയസ്സിൽ ഉസ്താദിൻ്റെ പ്രഥമവും പ്രാധാന്യവുമായ ദർസ് പഠന സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ കാലങ്ങളിൽ ജീവിത സൗഭാഗ്യങ്ങളുടെ വഴിത്താരകളിൽ തൻ്റെ ജീവിതത്തെ ചേർത്തലങ്കരിക്കാൻ ചെന്നു കാണാത്ത നാടുകളും പരിചയപ്പെടാത്ത പാണ്ഡിത്യ പ്രശോഭിതന്മാരും നന്നേ കുറവാണ് എന്നു തന്നെ പറയാം. കപ്പൽ മാർഗം സഞ്ചാരമുണ്ടായിരുന്ന ആ പഴയ കാലത്തു തന്നെ ത്യാഗപൂർണതകളുടെ വഴി തേടി പുണ്യമണ്ണിൻ്റെ പരിശുദ്ധിയിൽ അലിഞ്ഞമർന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാസ്വാത്വികരിൽപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവർ. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് വെച്ച് കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി കടന്നുപോയ EK ഹസ്സൻ മുസ്ലിയാർ കണ്ടുമുട്ടിയപ്പോൾ, ഇനി നിങ്ങൾ കാസർഗോഡ് പ്രസിദ്ധമായ ബാവിക്കരയിലെത്തി നിങ്ങളുടെ ദർസ് സംരംഭം അവിടെ ആരംഭിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശം ശിരസാ വഹിച്ചു. അങ്ങനെയാണ് കാസർഗോഡ് പോയതും അവിടെയും ഉസ്താദ് ദർസ് പഠനവും അറിവൊഴുക്കിൻ്റെ വഴികളും ആരംഭിച്ചത്. അതിനുശേഷം 1983 കടുങ്ങാംചിറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാമനാട്ടുകര ചെമ്മല ജുമാ മസ്ജിദിൽ 4.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 75 കുട്ടികളുമായി നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭമായി നക്ഷത്രകിരണങ്ങൾ പൂത്ത വരവർണ്ണനീയം പോലെ തിളങ്ങുന്ന ഇന്നത്തെ ചെമ്മല ജുമാ മസ്ജിദിൽ ഉസ്താദിൻ്റെ ആദ്യത്തെ ദർസ് പഠനത്തിനായി നമ്മുടെ നാട്ടിൽ വന്നു ചേരുകയായിരുന്നു ബഹുമാനിതർ. ഇന്നത്തെ പോലെ എണ്ണമറ്റ മഹല്ല് നിവാസികളോ സൗകര്യ സമൃദ്ധികളുള്ള വീടുകളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ പഴയ കാലത്തും വറുതിയുടെയും പട്ടിണിയുടെയും കാലത്തായിട്ട് പോലും 75 കുട്ടികളുമായി വന്ന ഉസ്താദിനെയും മുതഅല്ലിമീങ്ങളെയും നമ്മുടെ നാടിൻ്റെ അറിവൊഴുക്കിൻ്റെ ദാഹം തീർക്കാനും ജ്ഞാനവഴികളിൽ നേട്ടങ്ങൾ കൊയ്യാനുമുള്ള അറിവിൻ്റെ വഴിയിൽ അതിരറ്റ് സ്നേഹിക്കാനും ഭക്ഷണം കൊടുക്കാനും ആതിഥ്യമര്യാദകളോടെ സ്വീകരിക്കാനും വളരെ വലിയ ആവേശത്തിലും താൽപ്പര്യത്തിലുമായിരുന്നു ആ കാലത്ത് നമ്മുടെ മഹല്ലത്തിലെ നമ്മുടെ പൂർവികരായ സ്നേഹജനങ്ങൾ എന്നത് ഈ സമയത്ത് നമ്മുടെ ഓർമ്മകളിൽ അവർ നിലാക്കുളിരായി അവരുടെ സ്മരണകൾ പെയ്തിറങ്ങുകയാണ്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ജീവിത വിശുദ്ധി കൊണ്ട് ആത്മീയതയുടെ പർവ്വതം താണ്ടിക്കടന്നുപോയ മഹാരഥന്മാരുമായി ഉസ്താദിനെന്നും അഭേദ്യമായ ആത്മബന്ധം ഉണ്ടായിരുന്നു. ആ ഗണത്തിൽ CM വലിയുല്ലാഹി ഉൾപ്പെട്ട മഹാത്മാക്കളെയും ഔലിയാക്കളെയും കാണുകയും സന്ദർശിക്കുകയും സംസാരിക്കുകയും പതിവായിരുന്നു. CM വലിയുല്ലാഹിയുമായി അത്തരമൊരു കൂടിക്കാഴ്ചയിലാണ് നിങ്ങൾ ചെമ്മലപ്പള്ളിയിൽ തന്നെ ദർസ് നടത്തണമെന്ന് CM ഉസ്താദിനോട് പറയുകയുണ്ടായത്. അനിതര സാധാരണമായ എത്രയോ ഇത്തരം സംഭവങ്ങൾക്ക് പോലും ഉസ്താദ് മഹാത്മാക്കളോടുകൂടി പലപ്പോഴും പല നന്മകൾക്കും പ്രാരംഭം കുറിക്കാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇന്ന് 250ഓളം വരുന്ന പഠിതാക്കളെ അറിവിൻ്റെ വഴിയിൽ പൂവാടിയാക്കി എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി രാമനാട്ടുകര ചെമ്മൽ ജുമാ മസ്ജിദിൽ അറിവ് പകർന്നും നുകർന്നും പുതുചരിതം തീർക്കുമ്പോൾ തന്നെ അതിൻ്റെ സഹസ്ഥാപനമായി വെളിമുക്ക് വലിയ ജുമാഅത്ത് പള്ളിയിലും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം തലമുറകളിലേക്ക് പകരാൻ അവസരമൊരുക്കിയും പഠന പാഠ്യേതര പ്രവർത്തന വഴികളിൽ പ്രിയപ്പെട്ട പഠിതാക്കളുടെ ആവശ്യമറിഞ്ഞും പ്രോത്സാഹനത്തിൻ്റെ വാതായനങ്ങൾ അവർക്ക് തുറന്നേകിയും അവരെ ലക്ഷ്യങ്ങളിലേക്ക് അദബും അറിവും സമഞ്ജസമാക്കി ഉസ്താദ് മാതൃകാപരമായ മതഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തലമുറകളിലേക്ക് ഏറെ പുതുമകളോടെ പ്രവാഹം കൊള്ളിക്കുകയായിരുന്നു. രാമനാട്ടുകര ചെമ്മല ജുമാ മസ്ജിദിൽ ഉസ്താദ് ദർസ് നടത്തുന്നതിനു വേണ്ടി വരുന്ന സമയം ചെറിയൊരു ഓടിട്ട പള്ളിയായിരുന്നു ഉസ്താദ് വന്ന കാലത്ത് നമുക്കുണ്ടായിരുന്നത്. ഉസ്താദിൻ്റെയും നാട്ടുകാരുടെയും പ്രവാസികളുടെയും അവിശ്രാന്ത പരിശ്രമങ്ങളുടെ ഭാഗമായി ആകാശത്തേക്ക് കൺതുറന്നിരിക്കുന്ന താഴികക്കുട ഭംഗി പോലെ പ്രകൃതിയുടെ സുഖശീതളിമയിൽ രാമനാട്ടുകര ചെമ്മലിൽ ജുമാ മസ്ജിദിന്ന് അറിവിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വഴിവിധാനങ്ങളിൽ കർമ്മമികവുകൾ കൊണ്ട് സൗന്ദര്യ സൂനങ്ങളായി പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. പ്രായം തളർത്താത്ത കർമ്മമികവുമായി തൻ്റെ 74ാമത്തെ വയസ്സിലും സദാസമയം തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ താരിളം ചുണ്ടുകളിലേക്കും അധരങ്ങളിലേക്കും
ഹൃദയതാളങ്ങളിലേക്കും അറിവിൻ്റെ മധുരം ഏറെ മാധുര്യത്തോടെയും സ്നേഹത്തോടെയും ചേർത്തുവെക്കുകയാണ് ബഹുമാന്യ പണ്ഡിതൻ. ഞങ്ങളുടെ മഹലിലെ ഏറ്റവും വലിയ ഐക്യത്തിൻ്റെ വിത്ത് പാകിയത് തന്നെ ഈ ഉസ്താദ് ആണെന്നുള്ള തന്നെ പറയാം. 989 കാലത്ത് വിഭാഗീയമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഉണ്ടായപ്പോഴും ചെമ്മലിൽ മഹലിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായപ്പോഴും ചെമ്മലിൽ മഹലിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരേ ഐക്യത്തിൽ ഒരേ സ്വരത്തിൽ സ്ഥാപിച്ച കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നും 105-ാം വർഷത്തിലും ഐക്യത്തിന്റെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഉസ്താദ് വന്ന കാലം തൊട്ടേ 43 വർഷമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ഈ മഹലിന്റെ നേതൃസ്ഥാനത്തിൽ ഉസ്താദ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഏത് കാര്യങ്ങളിലും ആ വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ സംസാരിച്ച് അതിനൊരു മസലത്ത് പറയുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിലും തൊട്ടടുത്ത പ്രദേശത്തെ മദ്രസകളിലായാലും പള്ളികളിലായാലും ഏത് കാര്യങ്ങളാണെങ്കിലും അത് തർക്ക വിഷയങ്ങളിലേക്ക് പോവാതെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് അപ്പോൾ തന്നെ മറുപടികളും ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെട്ടിട്ടും ഈ മഹലിൽ ഇന്ന് വരെ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നമ്മളെ ഒത്തൊരുമിച്ച് കൂട്ടിപ്പിടിക്കുന്നതിൽ നമ്മുടെ മഹല്ലുകാലിയായ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ സുദീർഘമാണ്. അത് ഒരിക്കലും എടുത്തു പറയാതെ വയ്യ. രാമനാട്ടുകര ചെമ്മലിൽ മതവിദ്യാഭ്യാസ പഠനത്തോടൊപ്പം വാഫി സിലബസ് ഉൾപ്പെടുത്തി +1 +2 കോഴ്സുകൾ കൂടി ചേർത്തുകൊണ്ടായിരുന്നു 2006 ദർസിന്റെ വിദ്യാഭ്യാസ അക്കാദമിക സംവിധാനങ്ങളെ നവീകരിച്ചിരുന്നത്. ഇൽമിന്റെ വഴിയിൽ 8 വർഷക്കാലം അറിവിനെ അടുത്തറിഞ്ഞും തേച്ചുമിനിക്കിയും കടന്നുപോയവർക്ക് ദൗറത്തുൽ ഹദീസ് വ തഫ്സീർ എന്ന പാഠ്യപദ്ധതിയിലൂടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ദീനീ പ്രബോധന പ്രവർത്തന മണ്ഡലങ്ങളിൽ നക്ഷത്രശോഭ പോലെ തെളിഞ്ഞുകത്തുന്ന മാഹിരി ബിരുദധാരികളെ, അനേകം വരുന്ന പണ്ഡിത പ്രതിഭകളെ കേരളത്തിനകത്തും പുറത്തും ദീനീ വഴികളിൽ സേവനനിരതരായി പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഉസ്താദും രാമനാട്ടുകര ചെമ്മല ജുമാ മസ്ജിദിലെ അറിവിൻ്റെ തട്ടകവുമാണെന്ന് അറിയുമ്പോഴാണ് കൈവഴി കൈവല്യ പുണ്യങ്ങളുടെ വഴികളിൽ അത്യത്ഭുതങ്ങൾ തീർത്ത് മുന്നേറുന്ന ഉസ്താദിന്റെ ജൈത്രയാത്രയെക്കുറിച്ച് നാം കൂടുതൽ അറിയുന്നതും ബോധ്യപ്പെടുന്നതും. 1983 മുതൽ കഴിഞ്ഞ 43 വർഷമായി ഈ മഹലിൻ്റെ ഖാദിയായും മുദരീസായും പിന്നീട് ജാമിയ മാഹിരയുടെ പ്രിൻസിപ്പളായും പ്രവർത്തിച്ചു വരുന്നത് ഹാജി ടി കെ അബൂബക്കർ മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ മുഷാവറയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം അലതല്ലുന്ന ഒരു സന്ദർഭമാണിത്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചരിത്ര ബോധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ തറവാടിൻ്റെയും ഓരോ സംഭവങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ കൃത്യമായി ഓർത്തുവെക്കുകയും അത് പറയുകയും ചെയ്യുന്നത് ഉസ്താദിൻ്റെ ഒരു രീതിയാണ്. ഈ ചെമ്മൽ മഹലിൻ്റെ 100 വർഷത്തെ ചരിത്രം ഇവിടെ ഈ നാട്ടുകാർക്ക് പറയാൻ അറിയില്ല. പക്ഷേ നമ്മുടെ ഉസ്താദ് വളരെ കൃത്യമായി അത്തരം ചരിത്രം പറയാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. മസാലകൾ ഉസ്താദിനെക്കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെ പെട്ടെന്ന് ഓരോ സംഗതിയിലുള്ള മസാലകൾ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഓരോ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൃത്യമായ ഒരു വിവരണം അധികം വൈകാതെ തന്നെ ഓർത്തു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ധാരാളം ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ലക്ഷദ്വീപിലും അതുപോലെ കേരളത്തിൻ്റെ പുറത്ത് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ 100 കണക്കിന് ശിഷ്യഗണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ ശ്രേണിയിലുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സംഗതി. വെളിമുക്ക്, ആലുങ്ങൽ, കൂഫ, ചെട്ടിയർമാട്, രാമനാട്ടുകര 10ഓളം ജുമാഅത്ത് പള്ളികൾ ഉൾപ്പെടുന്ന ചെമ്മല ജുമാ മസ്ജിദ് അടക്കം ഖാദി സംവിധാനം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഉസ്താദ് അവർകൾ തന്നെ. ഉമ്മത്തിന്റെ ഈമാനിക തനിമക്ക് കാവൽ നിൽക്കുന്ന സമസ്തയെന്ന മഹാസംഘശക്തിയുടെ ഒരു നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണപഥങ്ങളുടെ സന്തോഷത്തിൽ ഉസ്താദിന്റെ പാണ്ഡിത്യ പ്രശോഭിത വഴികളിൽ അടയാളമുദ്രകൾ ചാർത്തി അർഹതയുടെ അംഗീകാരം പോലെ സമസ്ത കേന്ദ്ര മുഷാവറയുടെ 40 പണ്ഡിത സഭയിലേക്ക് ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും
സ്നേഹജനങ്ങളും ശിഷ്യഗണങ്ങളും. നമ്മുടെ ഖാദി ടി കെ അബ്ദുൽ മുനീർ സംസ്ഥ മുഷാവറ അംഗമായി തെരഞ്ഞെടുത്ത വിധം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ മഹലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവിടെങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മഹലിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോയതിന് പിന്നിൽ ഉസ്താദിൻ്റെ കരങ്ങളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കാരണത്താൽ തന്നെ ഉസ്താദ് ഇവിടെ മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമുക്ക് ആശിക്കാം. അതുപോലെ കോളേജ് വേണ്ട എല്ലാ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കും ഉസ്താദ് ജുമയ്ക്ക് ശേഷം പറയുന്ന ഒറ്റ വാക്കിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തികളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദ് ഒരു മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ആരുടെയും പിന്നാലെ പോയി ഈ മുഷാവറ അംഗമാക്കി തരണമെന്ന് എവിടെയും ചോദിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. എന്നാലും ഉസ്താദിൻ്റെ മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനെ അദ്ദേഹത്തെ വളരെ ഉഷാറായി നടത്തിക്കൊണ്ടുപോകാനുള്ള അല്ലാഹു നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാമനാട്ടുകര ചെമ്മല ജുമാ മസ്ജിദിലേക്ക് ചെന്ന കാലം നേതൃമഹിമയിലുണ്ടായിരുന്ന സീതി മുതലാളിയും കത്താലിയാക്കയും കുഞ്ഞുറമു ഹാജി, മേക്കാട്ടിൽ മുഹമ്മദ് ഹാജി, അവറാൻകുട്ടി ഹാജി, അലവിക്കുട്ടി ഹാജി, AP ഇമ്പിച്ചിക്കോയ കുട്ടി ഹാജി തുടങ്ങിയവ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ പൂർവ്വസൂരികളുടെ പാതയിൽ സുബഹി ജമാഅത്ത് കഴിഞ്ഞു തുടരുന്ന ദർസ് സംവിധാനം പാതിരാവ് വരെ നീണ്ടുപോകുമായിരുന്നു. ആ സംവിധാനം ഇന്നും നിലവിലുള്ള പ്രസിഡന്റ് പാണ്ഡികശാല മുജീബ് റഹ്മാൻ എന്ന ബാബുവിലൂടെയും ജനറൽ സെക്രട്ടറിയായ CP ഷബീർ അലിയിലൂടെയും ട്രഷററായ VP സുൽഫിക്കർ അലിയിലൂടെയും മറ്റു കമ്മിറ്റി അംഗങ്ങളിലൂടെയും തുടർന്നു പോരുന്നു. എല്ലാവർക്കും കാരുണ്യവാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹകരിച്ചു സഹായിച്ചു വിജയിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്കും നാട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും ദീനിൻ്റെ ഗുണകാംക്ഷികൾക്കും ഇരുലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇടതടവില്ലാതെ 4.5 പതിറ്റാണ്ടുകാലം ഇൽമിൻ്റെയും ഇഖ്ലാസിൻ്റെയും വഴിയിൽ പൂർവീകർ കുഴിച്ചുട്ടുപോയ അറിവിൻ്റെ നിധികുംഭങ്ങളെ പുറത്തെടുത്ത് അറിവിനെ തേച്ചുമിനിക്ക് വിനയവിധാനം തീർത്ത് നടന്നുപോകുന്ന മഹാനായ TK അബൂബക്കർ ബാക്കവി ഉസ്താദ് സമസ്തയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സന്തോഷത്തിൽ പൂർവാധികം കരുത്തോടെ തുടർന്നുള്ള ഉസ്താദിൻ്റെ വഴികളിലും അറിവിനെ തേച്ചുമിനുക്കി കാലത്തിൻ്റെ കമനീയതയിൽ അറിവിൻ്റെ വഴിയിലേറെ പുതുമകൾ തീർത്ത് മുന്നേറാൻ ആഫിയത്തുള്ള ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നാഥൻ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.